അകത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ പൂജ അറിയാവുന്നവരല്ല ഇതൊന്നും ചെയ്യുന്നു. രസീത് എഴുതാൻ വരുന്ന ആൾ ആ കൗണ്ടറിൽ 2 മണിക്കൂർ ഇരുന്ന് രസീത് എഴുതത്തില്ല. അയാൾക്ക് പറഞ്ഞ പൈൽസ് ആന്ന് പറയും. അവൻ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കൊണ്ടുവരട്ടെ. മൂലക്കുരു ഉള്ളവൻ ഒരിടത്തിരുന്ന് എഴുതാകത്തില്ല. എല്ലാവരും മൂലക്കുരു അവിടെ വരും. ഇന്ത്യ ഇവിടെ ജീവനക്കാരെന്ത് ആന ഇന്ത്യ ഒന്നുമില്ല. ഇവിടെ തീവട്ടി പിടിക്കണമെങ്കിൽ നാളെ ഞങ്ങൾ ഉടുപ്പൂരി ഇട്ടിട്ട് തീവട്ടി എടുക്കണം. ഞങ്ങൾക്ക് തകല് വായിക്കാൻ വിശ്വാസത്തിന് ഞാനും ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ തീവട്ടി എടുത്തു ചരിത്രത്തിൽ. തൊഴുത് പറയുക ക്ഷമിക്കണേ, ഞാൻ അപരാധം ചെയ്തിട്ട് നിൽക്കാതെ ശാപമില്ല ഒന്നുമില്ല. ഈ മാടം പറഞ്ഞാൽ കേൾക്കത്തില്ലായിരിക്കും. പൂജ കഴിക്കുന്ന ആളുടെ പൂജ കൃത്യമായിട്ടാണ് അതും പരാതി പോയിരിക്കും. അപ്പൊ വഞ്ചി പൊട്ടിക്കാൻ മാത്രം AC വന്ന് ഇവിടുത്തെ പണം എടുത്തുകൊണ്ട് പോവാ. ഞങ്ങള് ഈ നാട്ടിലുള്ള ആളുകൾ വെറും ഫോളിഷല്ല. ഇവിടെ ഇപ്പൊ 1 മാസത്തിനകത്ത് പള്ളി ഉണർത്തില്ല. ഒരു ദിവസം 4:30-ക്ക് ആ മണി അടിക്കാത്തത് കൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ ആളുകൾ തൊഴാൻ നിൽക്കുന്നു. ക്ഷേത്രം തുറന്നിട്ടില്ല. തകില് നാസരം ആഫ്റ്റർ പണിഷ്മെന്റ് ജോലി ചെയ്യുക. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന എത്ര പേര് മദ്യപിച്ചിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. മെഡിക്കൽ ഞങ്ങൾ എടുപ്പിച്ച് കാണിച്ചു തരാം. ഈ ക്ഷേത്രത്തില് സ്ഥിരം ജീവനക്കാര് തകില് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാസരം ഉണ്ടോ? നാസരം ഇതെല്ലാം വെച്ച് 10 ദിവസം ഉത്സവം നടക്കും. അതിന്റെ എല്ലാം ചുമതലക്കാരിമാണോ? മഹാക്ഷേത്രങ്ങളാണ്. ഇതിന്റെ ഗ്രേഡൊക്കെ ഒരുപാട് ഉയരത്തിലാണ്. ഒരുപാട് ദൂരദേശങ്ങളിലുള്ളവരൊക്കെ തൊഴാൻ വരുന്നത് പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പകരം ജീവനക്കാരെ വെച്ച് ജോലി ചെയ്യുക. ഇവിടെ ഇപ്പൊ 1 മാസത്തിനകത്ത് പള്ളി ഉണർത്തില്ല. ഒരു ദിവസം 4:30-ക്ക് പള്ളി ഉണർത്തി പിന്നെ ശംഖു പിടിച്ച് നാസരവും തകിലും എല്ലാം വായിച്ച് ഭഗവാനെ ഉണർത്തണം. ഞാൻ തൊട്ടടുത്ത് താമസിക്കുക. ഞാനൊരു ദിവസം വന്ന് ഇവിടെ മണി അടിച്ചു 5 മണി. 4:30-ക്ക് ആ മണി അടിക്കാത്തത് കൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ ആളുകൾ തൊഴാൻ നിൽക്കുന്നു. ക്ഷേത്രം തുറന്നിട്ടില്ല. ഞാൻ ഓഫീസറെ വിളിച്ചു, AC-യുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ വിഷയം പരിഹരിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു ദിവസം അതുപോലെ തകിലില്ലാതെ അല്ലേ, തകിലില്ലാതെ പ്രദക്ഷിണം വെച്ചു. ഇതൊക്കെ മഹാദേവൻ ഇരിക്കുന്ന അമ്പലത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പം ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് കൃത്യമായി ഇവിടെ വന്ന് പിന്നെ ഒപ്പിട്ട് ജോലി ചെയ്യേണ്ട തകിൽക്കാരനും ആശ്രയക്കാരനുമില്ല. വെട്ടിക്കവല ശശികുമാർ എന്ന് പറയുന്ന അത്യുന്നത കലാകാരനെ 1 രൂപ ദക്ഷിണ കൊടുത്ത് വിളിച്ചിട്ടാണ് ഈ പിന്നെ ആനക്കൊട്ടിലെ പ്രദക്ഷിണ ഈ നമ്മുടെ പ്രതിഷ്ഠാ വാർഷികത്തിന് 1 മണിക്കൂർ കച്ചേരി. ഒരു ഉത്തരവാദിത്വമില്ല അവർക്ക്. അദ്ദേഹം പറഞ്ഞാൽ ഈ ജീവനക്കാരെ എന്താ വിഷയം എന്നുള്ളത് AC പരിശോധിക്കണം. ഇപ്പം നാട്ടുകാരില്ല. ഇപ്പം തന്ത്രി, ശബരിമല തന്ത്രിയാണ് എന്നെ 1 മിനിറ്റ് മുമ്പ് വിളിച്ചത്. അദ്ദേഹം വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ദക്ഷിണ ഉൾപ്പെടെ ഞങ്ങൾ നാട്ടുകാർ പിരിക്കുന്ന പൈസയൊന്നും കൊടുക്കുകയാണ്. ഇവിടെ 2 മാസം മുമ്പ് ഞങ്ങൾ 2 അഷ്ടബന്ധ കലശം ഏതാണ്ട് 5 ലക്ഷം രൂപ കടം വാങ്ങിച്ച് നടന്നു. ഐശ്വര്യമുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റാൻ. എന്നിട്ട് അവിടെ പൂജ കഴിക്കുന്ന ആളുടെ പൂജ കൃത്യമായിട്ടാണ് മീസൻ. അതും പരാതി പോയിരിക്കുക. ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ്. ഇതൊരു പ്രൈവറ്റ് അമ്പലമായിരുന്നെങ്കിൽ ഭംഗിയായി കാര്യം നടക്കും. ഇവിടെ വരുന്ന തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അവർ ചന്ദനം വാങ്ങിച്ച് വഴിപാടും കഴിച്ച് പോവുകയാണ്. അകത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ പൂജ അറിയാവുന്നവരല്ല ഇതൊന്നും ചെയ്യുന്നു. ഒരു ചടങ്ങുകളും ഭംഗിയായി നടക്കുന്നു. ഞങ്ങൾ ഉത്സവം എങ്ങനെ നടത്തും? ചുമതല പിന്നെ ഉള്ളൊരു ജീവനക്കാരില്ലാതെ വിശ്വാസത്തിന് ഞാനും ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ തീവട്ടി എടുത്തു ചരിത്രത്തിൽ ആദ്യം. ഈ നാളെ നടക്കേണ്ട പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഇവരൊന്നും ഇല്ലാതെ നമ്മൾ ആരെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റില്ല. ഇത് നടക്കത്തില്ലല്ലോ. പിന്നെ മടക്കിലേക്ക് പോവില്ലേ? ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയത്തില്ല. അതിന് മേലെ വിളിക്കേണ്ട കാര്യമില്ല. അതല്ല AC പോസ്റ്റ്. അതിനൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ സമരത്തിൽ ഞങ്ങൾ അതുപോലെ സോപാന സംഗീതം നടത്തുന്ന സുമേഷ് എന്ന് പറയുന്ന ആളുൾപ്പെടെയുള്ളവരെ സുമേഷ് അവരെ പോസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ഒരു ദിവസം 2000 രൂപ വെച്ച് പുള്ളിക്ക് കൊടുത്തിട്ടാണ് അവരെ ഇവിടെ പാടുന്നത്. ഡ്യൂട്ടിയൊന്നും അല്ല. അത് പോട്ടെ. വരണ്ടേ? ഇവിടെ ഉള്ളവര് വരുന്നില്ല. ഇവിടെ സ്ഥിര ജീവനക്കാർ വരുന്നില്ല. പിന്നെ അങ്ങനെ അവൻ വരുന്നില്ല. ഇതൊക്കെ ഒടുക്കം മട്ടി പോകുന്ന കാര്യമില്ല. ഈ കൊട്ടാരക്കര ഗ്രൂപ്പിലുള്ള വെളുന്നല്ലൂർ ക്ഷേത്രത്തിലാണ് അതിന് എരുമേലി കൊടുക്കേണ്ട കാര്യമില്ല. ഈ കൊട്ടാരക്കര ഗ്രൂപ്പിലെ കാര്യങ്ങൾ തീരട്ടെ. കൊട്ടാരക്കര ഗണപതി, വെളുന്നല്ലൂർ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിലേ പുറത്തു കൊടുക്കാവൂ. അത് എഴുതി വെച്ചിരിക്കുന്ന നിയമം. ആ നിയമം ലംഘിച്ചുകൊണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇറങ്ങിയിരിക്കുന്ന ആനയെ സംബന്ധിച്ചുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് അതാത് ദേവസ്വങ്ങളിലെ വഴിപാട് പിന്നെ അതുപോലെ വിശേഷങ്ങൾ ഒഴിവുണ്ടെങ്കിലേ അപ്പുറത്ത് കൊടുക്കാവൂ. ഇത്രയും ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ഉത്സവം നടക്കുമ്പോൾ സഫീഷ്യന്റ് ആയ സ്റ്റാഫിനെ തരുന്നില്ല.
ആനയെ തരുന്നില്ല. അപ്പൊ വഞ്ചി പൊട്ടിക്കാൻ മാത്രം AC വന്ന് ഇവിടുത്തെ പണം എടുത്തുകൊണ്ട് പോവുക. ഞങ്ങള് ഈ നാട്ടിലുള്ള ആളുകൾ വെറും ഫോളിഷ് അല്ല, ഞങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ തരണം. ഇവര് പണിഷ്മെന്റ് വന്നവരാണ് ഈ ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോ ഇവിടെ തരികയും ചെയ്തു. ഇവര് വരാത്തതിന് ഞാൻ അപ്പൊ ജീവനക്കാർക്ക് ശമ്പളം മതി, ജോലി ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള നാട്ടുകാരാണ്. ശമ്പളം കൊടുക്കുന്നത് കൊടുക്കത്തില്ല എന്നുള്ളത് വേറെ മറ്റൊരു കാര്യം. ഇവിടെ ഇരിക്കുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കണം. ഇതിനകത്ത് ഓരോ ദിവസവും വന്ന് ഒപ്പിടുന്ന ആളുകൾ, കളിയായാലും ആരായാലും വൈകിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ ഈ ക്ഷേത്രത്തിൽ. ഈ പണിഷ്മെന്റ് മേടിക്കുന്ന ജീവനക്കാർ എല്ലാരും ഇങ്ങോട്ട് ഇടുവോ? ചില സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാമ്പഴത്തറ സ്കൂളില് ആളുകളെ വിടുന്നതെന്ന് പറഞ്ഞാൽ പണിഷ്മെന്റാ. അവരുടെ പ്രവേശനം കഴിയുന്നവരെ അവരെ അച്ചൻകോണി സ്കൂളിൽ വിടുന്ന പണിഷ്മെന്റ്. ഈ അമ്പലം എങ്ങനെ ഇരിക്കുന്ന തകില് നാസരം ആഫ്റ്റർ പണിഷ്മെന്റ് ജോലി ചെയ്യുക അല്ലെന്ന് മാഡത്തിന് പറയാമോ? മാഡത്തിന് പറയാമോ? ഞങ്ങളുടെ ചോദ്യം പണിഷ്മെന്റ് കഴിഞ്ഞ് വന്നതല്ലേ നാസരം തകില്, അല്ലെങ്കിൽ അല്ലെന്ന് പറ, യെസ് ഓർ നോ എന്ന് പറ. അതിപ്പോ CA അറിഞ്ഞൂടെ ഇതൊന്നും? ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ്. ഒരു പ്രാധാന്യമുണ്ട്. നാളെ ആളുകൾ മന്ത്രി ഉൾപ്പെടെ ഇവിടെ വരുമ്പോഴേ ഇവിടെ സ്റ്റാഫും ഇല്ല, ആരും ഇല്ല, ആനയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ ഇവര് മറുപടി പറയണ്ടേ? ഇവര് വന്ന് ലേലം പിടിച്ചിട്ട് 30,000 രൂപ ഇവിടുന്ന് കൊണ്ടുപോവാ. ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ലല്ലോ. എല്ലാ ലേലങ്ങൾക്കും ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. അപ്പൊ പൈസ അങ്ങോട്ട് എടുക്കുന്നതല്ലാതെ ഒരു പൈസ ഇങ്ങോട്ടില്ല. ഞങ്ങൾ പിരിക്കുന്ന പൈസ ഇല്ല. ഇവിടെ ആന ഇനിയിപ്പോ വരുത്തേണ്ടത് ഈ 4 ദിവസം ആനയില്ലെങ്കിൽ ജനങ്ങൾ പൈസ പിരിക്കണം. 1.5 ലക്ഷം രൂപയ്ക്ക് വിളിച്ച ആനയില്ല. ഉത്സവ സീസൺ 1.5 ലക്ഷം കൂടെ 4-6 ലക്ഷം രൂപയും അതിന്റെ ചെലവും കാര്യങ്ങളും നാട്ടുകാർ ഉണ്ടാക്കണം. ഇവര് കൂപ്പൺ സീൽ ചെയ്ത് തരുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇത് ചൂഷണമാണ്. ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിച്ചു പോകുന്നത് ഞങ്ങൾ കാണിക്കുന്ന പൈസ കൊണ്ട്, ഞങ്ങൾ വഴിപാട് കഴിക്കുന്ന പൈസ കൊണ്ട് ആവശ്യത്തിന് ദിവസങ്ങളിൽ ചെന്ന് അവിടെ ഉദ്യോഗസ്ഥർ നമ്മളെ ആട്ടിപ്പയക്കുക. അവര് ഏതാണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് സമാധാനത്തിന്റെ മാർഗത്തിലുള്ള ഒരു സമരം. ഉദയസമിതി നാട്ടുകാരും ഒരുമിച്ച് ഈ ഭഗവാന്മാരുടെ വഴിപാടുകളും ഉത്സവവും പറയാനാണ്. ഇവർക്ക് അതിനൊരു മുന്നൊരുക്കമില്ല. വളരെ സിമ്പിളായി ഇതിനെയൊക്കെ നേരിടാൻ നിൽക്കുക. നാളെ വൈകുന്നേരം വരുമ്പോൾ സ്റ്റാഫില്ലെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും വഴക്കുണ്ടാവും. അങ്ങനെ ഒരു അന്തരീക്ഷം അല്ലല്ലോ ഇവിടെ വേണ്ടത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അല്ല വെട്ടിക്കൊല ക്ഷേത്രം. ഒരു സാറിന്റെ വീട്ടിൽ നിന്ന് അല്ല വെട്ടിക്കൊല ക്ഷേത്രം. ഞങ്ങൾ നാട്ടുകാർ കഷ്ടപ്പെട്ടു 2022 മുതൽ ആണ് ഈ കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അത് ഞങ്ങളുടെ പേരിൽ ലേലം ചെയ്യാതെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വന്നതാണ്. പൈസ ഉണ്ടാക്കാൻ വന്നത്. എന്നിട്ട് ആ 10% കൂട്ടിയെടുത്തപ്പോ ഇവര് പറഞ്ഞു വീണ്ടും വീണ്ടും വിളിക്കെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. അവർക്ക് പൈസ മതി. ഇന്ത്യ ഇവിടെ ജീവനക്കാരെന്ത് ആന ഇന്ത്യ ഒന്നുമില്ല. ഇവിടെ തീവട്ടി പിടിക്കണമെങ്കിൽ നാളെ ഞങ്ങള് ഉടുപ്പൂരി ഇട്ടിട്ട് തീവട്ടി എടുക്കണം. എന്തൊരു ക്ഷേത്രമാണ് ഇത്. നിങ്ങള് നടപടികളെല്ലാം വളരെ കൃത്യമായും ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചെയ്തിട്ടുണ്ടോ പരിശോധിച്ചൊക്കെ എവിടെ ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല. അതെന്താണെന്നറിയാം, തൊഴുത് പറയുക ക്ഷമിക്കണേ, ഞാൻ അപരാധം ചെയ്തിട്ട് നിൽക്കുകയാണ്, ശാപമില്ല, ഒന്നുമില്ല. ഈ മാഡം പറഞ്ഞാൽ കേൾക്കത്തില്ലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഔദ്യോഗികമായി എടുക്കേണ്ട നടപടി എടുക്കണം. ഒരുതിനെ സസ്പെൻഡ് ചെയ്യണം, വരാത്തവരെ ശിക്ഷിക്കണം. ഒന്നും ചെയ്യുന്നില്ല. ഇതിനെയെല്ലാം സഹായിക്കാൻ അവിടെ ഒരു AC ഉണ്ട്. ഈ 2 പറഞ്ഞ കഴിഞ്ഞു മാഡം രാജാക്കന്മാർ എഴുതി തന്ന ക്ഷേത്രങ്ങള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭംഗിയായി നടത്താമെന്നൊരു എഗ്രിമെന്റ് വെച്ചുണ്ടാക്കിയതാ. നിങ്ങൾ എന്ത് നടത്തുന്നു? ഇതിലെ നല്ലത് രാജഭരണമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ തെറ്റുണ്ടോ? ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന ഒരു നിയമസഭയിലെ ഹിന്ദു MLA-മാരിൽ ഭൂരിപക്ഷമുള്ള ആളിനെ പ്രസിഡന്റും മെമ്പർമാരുമായിട്ട് എടുക്കുന്നു. അവര് പറയുന്നത് ഇവര് കേൾക്കുന്നില്ല. ആ മെമ്പർ എന്നോട് പറഞ്ഞ ഒരു കാര്യവും ഇവര് കേൾക്കാറുമില്ല, അനുസരിക്കാറുമില്ല. ഞാൻ ചോദിക്കട്ടെ, സാർ അറിയാതെ വെട്ടിക്കോല ഉത്സവം ഇന്ന് തീരുമാനിച്ചൊന്നും അല്ലല്ലോ. അല്ല, സാർ അറിയാതെ നിലവിൽ ഈ ഇവിടുത്തെ ഉത്സവം 10 ദിവസത്തേക്ക് ഉത്സവ സമയത്ത് ആളെ കൃത്യമായിട്ട് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരുന്ന അതിന് 7 ദിവസം അതിന് ഈ 4 അതല്ല ഈ പറയെടുക്കുന്നത് നിർത്തിയത് എന്തുകൊണ്ടാണ്? ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന നെല്ല് പോലും ഇവിടെ കൃത്യമായി കൊണ്ടുവരാൻ ഡ്യൂട്ടിക്കിടുന്ന ഉദ്യോഗസ്ഥന്മാരില്ല. അവന്മാരെല്ലാം മദ്യപിച്ച് മരത്തിന്റെ ചവിട്ടി പോയി കിടന്ന് ഉറങ്ങുവാനും. ഇപ്പൊ അറിയാൽ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന എത്ര പേര് മദ്യപിച്ചിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. മെഡിക്കൽ ഞങ്ങൾ എടുപ്പിച്ച് കാണിച്ചു തരാം. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ബഹുമാനായ CA കൊട്ടാരക്ക CA ബിജു സാറായിരിക്കുന്നത്. സാറിനെ രാത്രി വിളിച്ചിട്ട് മെഡിക്കൽ എടുപ്പിച്ച് കാണിച്ചു തരാം. ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന പാവം പറഞ്ഞാൽ ഇവരാരും കേൾക്കാറില്ല. എനിക്ക് നേരിട്ടറിയാം. രസീത് എഴുതാൻ വരുന്ന ആൾ ആ കൗണ്ടറിൽ 2 മണിക്കൂർ ഇരുന്ന് രസീത് എഴുതത്തില്ല. അയാൾക്ക് പറഞ്ഞ പൈൽസ് ആന്ന് പറയും. അവൻ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കൊണ്ടുവരട്ടെ. മൂലക്കുരു ഉള്ളവൻ ഒരിടത്തിരുന്ന് എഴുതാകത്തില്ല. എല്ലാവരും മൂലക്കുരു അവിടെ വരുമ്പോ അത് ഇത്തവണ ഞങ്ങൾ മാറ്റും. അങ്ങനെയുള്ളവരെ ഇവിടെ ഡ്യൂട്ടിക്ക് വിടണം. ഇത് ഒന്നുകിൽ നാട്ടുകാർക്ക് അമ്പലം തരിക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തുക. ഒരു കുഴപ്പമില്ലാത്ത ജീവനക്കാരെ തന്നെയാണ് കേട്ടോ. ഇത്ര 15 പേരെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ദയനീയമായ ഒരു അവസ്ഥ,
സ്ഥിരമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇവിടെ പലപ്പോഴും ജോലിക്ക് വരുന്നില്ല. പകരം ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുന്നു. പകരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അമ്പലത്തിനോട് വിശ്വാസമില്ല. അവരുടെ പ്രായമനുസരിച്ച് മൊബൈലിൽ കളിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം മൊബൈലിൻ്റെ ദുരുപയോഗം. അത് ശീവേലി സമയത്ത് പോലും കയ്യിൽ മൊബൈലുമായി നടക്കുന്ന പകരം ജീവനക്കാർ മറ്റൊരു ക്ഷേത്രത്തിലും കാണത്തില്ല. ഇത് നിരവധി തവണ ഓഫീസർ അവരെ വിളിച്ച് കമ്മിറ്റികൾ കൂടി അറിയിപ്പ് കൊടുത്തു, അവരെ ഉപദേശിച്ചു, കൗൺസിൽ ചെയ്തു. പക്ഷേ അവരുടെ ചെറുപ്പം, അവർ ഈ ജോലിക്ക് യഥാർത്ഥത്തിൽ അർഹരാണോ എന്ന് ചോദിച്ചാൽ കവാന്മാരോടുള്ള എന്തെങ്കിലും ആഭിമുഖ്യമോ താല്പര്യമോ അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനമൊന്നും അവർക്കില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണിത്. അപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പറും ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും ബന്ധപ്പെട്ട വിഷയം. ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയും ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇവിടെ ഒരു സമാധാനപരമായ ഒരു സമരം